ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. ഇന്ന് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ നെയ്യപ്പം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഇത് ശരിയാകാത്തവർക്ക് പോലും എളുപ്പത്തിൽ നല്ല ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ ഔട്ട്സൈഡ് നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇന്നത്തെ നമ്മുടെ ഈ നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിതിലേക്ക് സോഡാപ്പൊടിയോ അതുപോലെ മൈദയോ ഒന്നും ചേർക്കുന്നില്ല. നല്ല ഈസി ആയിട്ട് നമുക്ക് നെയ്യപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് അപ്പോൾ ഒന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ ഈ നെയ്യപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു 2 കപ്പ് പച്ചരിയാണ് എടുത്തേക്കുന്നത്. 250 മില്ലി കപ്പിൽ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് ഒരു മിനിമം ഒരു 4 തൊട്ട് 6 മണിക്കൂറെങ്കിലും നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് കുതിരാൻ വേണ്ടി വയ്ക്കണം. ഇഡലി അരിയൊക്കെ ആണെങ്കിൽ ഒരു 4 മണിക്കൂർ മതിയായിരിക്കും കേട്ടോ. പക്ഷേ പച്ചരി എടുക്കുന്നതാണ് കൂടുതലും നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുതിർന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിക്കൂർ ആകാറായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പച്ചരി അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര പാനിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 400 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര എടുക്കുമ്പോൾ നല്ല ഡാർക്ക് കളറിലുള്ള ശർക്കര എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കിലോയോളം ശർക്കര ഉപയോഗിക്കാം കേട്ടോ. ഇത് ഉരുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഇത് നന്നായിട്ട് നമുക്ക് ഉരുക്കിയെടുക്കണം. ഉരുക്കിയതിന് ശേഷം ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ ശർക്കര ഉരുക്കിയതിന് ശേഷം അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് ആറിയിട്ടുമുണ്ട് കേട്ടോ. ഏകദേശം ഇപ്പോൾ ഉരുക്കി കഴിഞ്ഞപ്പോൾ 1 കപ്പിനടുത്ത് ശർക്കര പാനിയുണ്ട്. നമുക്കിനി ഈ ശർക്കര പാനി എടുത്തു വെച്ചിട്ടുള്ള അരി കുതിർത്തതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മളുടെ അരി കുതിർത്തതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ഏലക്കായുടെ തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ സീഡ്സും പിന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകവും എടുത്തിട്ടുണ്ട്. ജീരകം ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള അരിച്ചെടുത്തിട്ടുള്ള ശർക്കര പാനി കുറേശ്ശെയായിട്ട് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതങ്ങ് വല്ലാതെ ലൂസായി പോകരുത്. അതുകൊണ്ട് ഒരു 2 തവണയായിട്ട് ഈ ശർക്കര പാനി ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ അരി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അല്പം തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. അതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ. വല്ലാതെ അങ്ങ് നീണ്ടു പോകരുത്, എന്നാലും ഒത്തിരി ടൈറ്റ് ആകുകയും ചെയ്യരുത്. പിന്നെ നിങ്ങളെടുത്ത് ശർക്കരപ്പാനി തികഞ്ഞില്ല എന്ന് തോന്നുവാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഇത് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പോളം ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്താണ് അരച്ചെടുത്തിട്ടുള്ളത്. വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. ഇതിനെ നമുക്കൊരു അടച്ചൊരു 4 മുതൽ 6 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കണം. ആ സമയം കൊണ്ട് ഈ ശർക്കരയൊക്കെ കുറച്ചുകൂടി ഒന്ന് മുറുകി നമ്മളുടെ ഈ നെയ്യപ്പത്തിനുള്ള കൂട്ട് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നമുക്കിത് അടച്ചൊരു മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ഈ അരി അരച്ച് വെച്ചിട്ടൊരു 6 മണിക്കൂർ കൂടുതലായിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഒരു 7-8 മണിക്കൂറെങ്കിലും ഇരിക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതിപ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് കണ്ടോ. കുറച്ചുകൂടി ആ ഒരു ഇഡലി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനി വെള്ളമോ ശർക്കരപ്പാനിയോ ഒന്നും ഒഴിച്ച് നീട്ടുന്നില്ല. പിന്നെ നിങ്ങളിപ്പോൾ മിക്സ് ചെയ്ത് ഒരു 7-8 മണിക്കൂർ കഴിയുമ്പോൾ വല്ലാതെ ഇത് തിക്കായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം ശർക്കരപ്പാനിയോ അല്ലെങ്കിൽ ഒരല്പം വെള്ളമോ ഒഴിച്ചൊന്ന് നീട്ടിയെടുക്കാം. വെള്ളം ഒഴിക്കുന്നതിനേക്കാൾ നല്ലത് ശർക്കരപ്പാനി ചേർക്കുന്നതാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു 1 ടീസ്പൂണോളം കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ വളരെ കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് തേങ്ങ അരിഞ്ഞതിന് ശേഷം അത് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യിൽ വറുത്ത് അത് ഇതിലേക്ക് ചേർക്കണം. ആ നെയ്യും ഇതിൻ്റെ ഒപ്പം ചേർത്തിട്ടുണ്ട്. ഈ തേങ്ങാക്കൊത്ത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് വേണ്ട എന്നുണ്ടെങ്കിൽ നെയ്യ് മാത്രമാണെങ്കിലും ചേർത്താൽ മതി. പിന്നെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് ഒരു 2 നുള്ളോളം ഉപ്പ് കൂടി ഞാനിതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ സോഡാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മളൊരു 5-6 മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ തന്നെ ഇത് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ചിലരൊക്കെ ഇതിലേക്ക് സോഫ്റ്റ് ആകാനായിട്ട് ഒരല്പം മൈദയോ
കോൺഫ്ലോറോ ഒക്കെ ചേർക്കാറുണ്ട്. ഞാൻ പക്ഷേ ഇന്ന് കോൺഫ്ലോറോ മൈദയോ ഒന്നും ഇത് ചേർക്കാതെ തന്നെയാണിത് ആക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വല്ലാതെ ലൂസായി പോയെന്ന് തോന്നുവാണെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ മൈദ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നെയ്യപ്പം ആക്കിയെടുക്കാം. അതിനുവേണ്ടി അടുപ്പിൽ ആവശ്യത്തിന് എണ്ണ നന്നായിട്ടൊന്ന് ചൂടാകാൻ വെക്കണം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ. നമ്മുടെ എണ്ണ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നെയ്യിൽ വേണമെങ്കിൽ വറുത്തെടുക്കാം. പിന്നെ അതിനൊക്കെ ഒത്തിരി നെയ്യ് വേണ്ടതുകൊണ്ട് ഞാനിന്നിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു തവി മാവ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. എണ്ണ നന്നായിട്ട് ചൂടാകണം കേട്ടോ. അതിന് ശേഷം അടുപ്പിൽ തീയ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക. എണ്ണ നല്ല ചൂടാണെങ്കിൽ ഒരു 10-15 സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മുടെ നെയ്യപ്പം ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങും. ഇത് പൊങ്ങി വന്ന ഉടനെ അത് തിരിച്ചിടരുത് കേട്ടോ. ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരല്പസമയം എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഓപ്പോസിറ്റ് സൈഡിലേക്കൊന്ന് തിരിച്ചിടാം. ഇത് കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് ഒരു സൈഡൊന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് നോക്കാം. കണ്ടോ, ഓപ്പോസിറ്റ് സൈഡ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനെ തിരിച്ചും മറിച്ചും ഇട്ട് ആ ഒരു നല്ല ബ്രൗൺ കളർ ആകുന്നവരെ തയ്യാറാക്കിയെടുക്കാം. നല്ല ഡാർക്ക് കളറിൽ ശർക്കരയൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് നല്ല കളർ തന്നെ നമ്മുടെ നെയ്യപ്പത്തിന് കിട്ടും കേട്ടോ. ഇപ്പോൾ ലൈറ്റ് കളർ ശർക്കരയാണ് നിങ്ങൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ നെയ്യപ്പത്തിന് അത്ര നല്ല കളർ കിട്ടത്തില്ല. ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കണ്ടോ, നന്നായിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മാവ് ഒത്തിരി ലൂസായിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്നൊന്നും വെന്ത് കിട്ടത്തില്ല. അതുകൊണ്ട് മാവ് വല്ലാതെ ലൂസായി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും നെയ്യപ്പം ആക്കിയെടുക്കാം. എണ്ണ അടുപ്പിൽ തീയ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ സോഡാപ്പൊടി ഒന്നും ചേർത്തില്ലെങ്കിൽ കൂടി നമ്മുടെ നെയ്യപ്പം ഇപ്പം നന്നായിട്ട് പൊങ്ങി തയ്യാറായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് കൂടി നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇങ്ങനെ നമ്മുടെ നെയ്യപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ എടുത്ത ഒരു 2 കപ്പ് അരി കൊണ്ട് എനിക്കൊരു 16 നെയ്യപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഇത് ഞാനൊന്ന് കാണിക്കാം. ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഉൾവശമൊക്കെ നല്ല സോഫ്റ്റാണ്. എന്നാൽ ഔട്ട് സൈഡ് നല്ല ക്രിസ്പിയുമായിട്ടുള്ള നെയ്യപ്പമാണ്. നമ്മളിതിലേക്ക് സോഡാപ്പൊടിയോ മൈദയോ ഒന്നും ചേർത്തില്ല പോലും ഉൾവശമൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഞാൻ ഇന്നുണ്ടാക്കിയ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒരിക്കലും ഫെയിലായി പോകത്തില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളുടെ ആ മാവിൻ്റെ അതിൻ്റെ ആ തിക്നെസ് ഒത്തിരി അങ്ങ് ലൂസായി പോകരുത്. ഒത്തിരി ലൂസായി പോയിട്ടുണ്ടെങ്കിൽ മാവ് വെന്ത് കിട്ടത്തില്ല ഉൾവശം. അതുപോലെ നമ്മളിതിൽ എണ്ണയിലേക്ക് ഇത് ഒഴിക്കുമ്പം എണ്ണയ്ക്ക് നല്ല ചൂട് കാണണം. ഇല്ലെങ്കിൽ ഒത്തിരി എണ്ണ അങ്ങ് ഈ നെയ്യപ്പം കുടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ അന്നൂസ് റെസിപ്പീസ് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. നമുക്കപ്പം മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.